ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഹരിയാളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങളിതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിച്ചപ്പ്, ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ ആണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു മിക്സിങ് ജാർ എടുത്ത് അതിലേക്ക് മല്ലിച്ചപ്പ്, കറിവേപ്പില, വെളുത്തുള്ളി ഒരു 10 ചുണ, ഇഞ്ചി ചെറിയൊരു കഷ്ണം, ചെറിയ ഉള്ളി 15 എണ്ണം, കറിവേപ്പില, പച്ചമുളക് വേണ്ടവർക്ക് എടുക്കാം, ചീനമുളക് ഉണ്ടെങ്കിലും അതെടുക്കാം, രണ്ടിനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് വലിയ ജീരകം 1/2 ടീസ്പൂൺ, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 1/2 ടേബിൾ സ്പൂൺ, പിന്നെ ഉപ്പ്, പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ട് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഇത് അരച്ചെടുക്കണം. നല്ലോണം ഫൈൻ പേസ്റ്റ് ആവണം. ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ഇതൊരു പാത്രം എടുത്ത് അതിലേക്ക് ഇത് മിക്സ്ചർ ഒഴിച്ച് കൊടുക്കണം. അരച്ച് വെച്ച മിക്സർ ഇതിലൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ചിക്കൻ കഷ്ണങ്ങളിൽ മസാല പിടിക്കുന്ന വിധത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം. നല്ലോണം മസാല പിടിക്കണം. അങ്ങനെ ചിക്കൻ കഷ്ണങ്ങൾ നല്ലോണം മസാല പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂറെങ്കിലും മിനിമം സോക്ക് ചെയ്ത് വെക്കണം. കൂടുതൽ വെക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ഓവർനൈറ്റും വെക്കാം കേട്ടോ. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗമായാൽ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ എല്ലാതും ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ 3 വലിയ ഉള്ളിയും ഇതുപോലെ ക്യൂബാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പില കട്ട് ചെയ്ത് കണ്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്നും കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം, വലിയ ജീരകം രണ്ടും കൂടെ കൂട്ടി 1/2 ടീസ്പൂൺ വരുന്ന വിധത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഇത് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് അതിൻ്റെ നീരൊക്കെ ഒഴിച്ച് കൊടുക്കുക. നേരത്തെ മസാല തേച്ച് പിടിപ്പിച്ചപ്പോൾ അതിൽ ബാക്കി വന്ന പേസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഈ മസാല ഉള്ളിയൊക്കെ ചിക്കനിലേക്ക് നല്ലോണം പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം. അത് ഈ പച്ചമണം ഒന്ന് മാറുന്നവരെ അത് മൂടി വെച്ച് വേവിക്കാം. ഓവർ വേവാവേണ്ട ആവശ്യമില്ലല്ലോ, ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതല്ലേ. അപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി. മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നതിന് ശേഷം ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചാൽ ഒന്ന് കുറുകി വരുമ്പോൾ നമ്മളെ ഹരിയാളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഭയങ്കര ടേസ്റ്റാണ്. നമ്മളെ തവ ചിക്കൻ ഇല്ലേ, ആ ഒരു ടേസ്റ്റാണ് വരിക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ.